അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി CH മുസ്തഫയുടെ ഉമവി വിരോധം, അതുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ കൂടി പറയാനുള്ളത്. ഉമവികളും ബനു ഹാഷിമികൾ ഇവർ തമ്മിൽ തീരാ പകയിലായിരുന്നു എന്നും ഹാഷിമികൾ പാവങ്ങളായി കഴിഞ്ഞു, ഉമവികൾ അവരെ മർദ്ദിച്ചൊതുക്കുകയായിരുന്നു എന്നൊക്കെയാണ് CH മുസ്തഫ തട്ടിവിടുന്നത്. യഥാർത്ഥത്തിൽ ഉമവികളും ബനു ഹാഷിമികളും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. ഈ അസ്വാരസ്യങ്ങൾ എന്ന് പറയുന്നത് CH മുസ്തഫ പെരുപ്പിച്ച് കാണിക്കുന്നത് പോലെ ഉമവികൾ നിരന്തരമായി ഹാഷിമികളെ മർദ്ദിച്ചൊതുക്കുന്ന രീതിയായിരുന്നില്ല. സാധാരണ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ, ഒരു ഗോത്രത്തിൽ, കാരണം മനുഷ്യരാണ്, ആ മനുഷ്യർ എന്നുള്ള ആൾക്ക് അവരിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അസ്വാരസ്യങ്ങൾ ഉണ്ടാവും, ചില തെറ്റായിട്ടുള്ള സമീപനങ്ങളുണ്ടാവും. അത് രണ്ട് ഭാഗത്തും ഉണ്ടാവും. ആ നിലക്കുള്ള ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് അന്ന് മാത്രമല്ല, ഇന്നും ലോകത്ത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ വെച്ചിട്ട് ആളുകൾ പരസ്പരം ശത്രുക്കളാണ് എന്ന് വിധി എഴുതുന്നത് അല്പത്തമാണ് എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തിരുന്നവരിൽ ഉമവികളായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത് എന്ന CH മുസ്തഫയുടെ വാദഗതി, അതിനെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞു. ഉമവികളെപ്പോലെ തന്നെ ബനു ഹാഷിമിൽപ്പെട്ട ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത കൂട്ടത്തിലുണ്ട്. അതിന് ചില ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. ബദർ യുദ്ധത്തിലേക്ക് തനിക്ക് പോവാൻ കഴിയാത്തത് കൊണ്ട് അബൂലഹബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, അദ്ദേഹം ഹാഷിം വംശജനാണ്. അദ്ദേഹം 400 ദിർഹം വെള്ളി നാണയം കൂലിക്ക് കൊടുത്ത്, 4000 വെള്ളി നാണയം കൂലിക്ക് കൊടുത്തിട്ടാണ് ഒരാളെ പിടിച്ചിട്ട് ബദറിലേക്ക് പറഞ്ഞേക്കണത്. അപ്പോൾ ഹാഷിമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിൽ തിരിഞ്ഞില്ല, ഉമവികൾ മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ബദറിലേക്ക് ഈ അബൂലഹബ് ഒരാളെ കൂലിക്കാരനെ വലിച്ചു എന്നുള്ളത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷയോടെ കാത്തിരുന്ന, പലപ്പോഴും നബിയെ വേദനിപ്പിച്ചിട്ടുള്ള ഒരാളാണ് നബിയുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരണമെന്ന് നബി ആഗ്രഹിച്ചിട്ടുണ്ട്, വളരെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അബ്ബാസുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ സന്ധിയായിട്ടുള്ള ബന്ധമുണ്ട്. മദീനക്കാർ ഈ അഖബയിൽ വച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സംസാരിക്കുമ്പോൾ നബിയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിരുന്നത് അബ്ബാസായിരുന്നു എന്നത് ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ അബ്ബാസ് ഒരിക്കലും നബിയുടെ ശത്രു ആയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. എന്നാൽ യുദ്ധത്തിൻ്റെ സന്ദർഭം വന്നപ്പോൾ, അതായത് ബദർ യുദ്ധത്തിൻ്റെ ഘട്ടം വന്നപ്പോൾ അബ്ബാസ് ചെയ്തതെന്താ? അബ്ബാസും ആ കൂട്ടത്തിൽ യുദ്ധത്തിന് പോയി, ബദറിലേക്ക് പോയി. ബദറിൽ വച്ച് ബന്ധിതരായ കൂട്ടത്തിൽ അബ്ബാസും ഉണ്ടായിരുന്നു, ബന്ധിതരുടെ കൂട്ടത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോചനമൂല്യം വാങ്ങിയിട്ട് വിട്ടയച്ചപ്പോൾ ആ കൂട്ടത്തിൽ അബ്ബാസും ഉണ്ടായിരുന്നു, മോചനമൂല്യം കൊടുക്കാൻ ബാധ്യസ്ഥനായ ആളുകളുടെ കൂട്ടത്തിൽ. അദ്ദേഹം ചില ഒഴിവൊഴിവുകളൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചില്ല. താങ്കൾ ഉമ്മു ഫളിൻ്റെ കയ്യിൽ കൊടുത്ത കാശുണ്ടല്ലോ, അല്ലെങ്കിൽ ആഭരണം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്ബാസ്, അഖീൽ ബിൻ അബി താലിബ്, നൗഫൽ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ, ഹാരിസിൻ്റെ മകൻ നൗഫൽ, നേരത്തെ പറഞ്ഞ അബൂ സുഫിയാൻ്റെ ഹാരിസിൻ്റെ മകൻ അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ്റെ സഹോദരനാണ് ഇവിടെ നൗഫൽ. ഇവരൊക്കെ ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. ഇനി അതുപോലെ തന്നെ
ഈ ബനൂ ഹാഷിമിൻ്റെ അറബിയിൽ ഹലീഫ് എന്നാണ് പറയുക. ഹലീഫ് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ നേർക്ക് നേരെ രക്തബന്ധമുള്ള ആളുകളാവില്ല, ആ കുടുംബത്തിൽ വന്നു ചേർന്ന ആളായിരുന്നു. പുറമേ നിന്ന് വന്നു ചേർന്നിട്ട് ആൾക്കാണ് ഹലീഫ് എന്ന് പറയാം. വേണമെങ്കിൽ നമുക്ക് സഖ്യകക്ഷി എന്ന് പറയാം. അങ്ങനെ വന്നിട്ടുള്ള ഉത്ബത്ത് ബിനു അംറു ബിനു ജഹദം എന്ന് പറയുന്ന ആൾ, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ബദറിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ള ആളുകളാണ്. പിന്നെ നേരത്തെ പറഞ്ഞു അബൂ സുഫിയാൻ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ഈ അബൂ സുഫിയാൻ എന്ന് പറഞ്ഞ ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ കൂടിയാണ്. ഈ അബൂ സുഫിയാനാണ് മറ്റേ അബൂ സുഫിയാനേക്കാൾ കൂടുതലായിട്ട് നബിയെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. അതായത് ബനൂ ഉമയ്യയിൽ അബൂ സുഫിയാനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ നബിയെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് കവിതകൾ രചിച്ച് പാടിയിട്ടുള്ള ആൾ ഹാഷിമി വംശജനായിട്ടുള്ള അബൂ സുഫിയാനാണ്. അതേ അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്ത് ചേർന്ന ആളുകൾ ബനൂ ഹാഷിമിൽ നിന്ന് നമ്മൾക്ക് എടുക്കാൻ കഴിയുന്നത് അലി, ജാഫർ, ഹംസ, അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ ഏതാനും അങ്ങനെ പരിമിതരായിട്ടുള്ള ആളുകളാണ് ആദ്യത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഹാഷിമികളല്ലാത്തവരിൽ നിന്നും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ. ഇവരാരും ഹാഷിമികളല്ല. ഇനി ഉത്ബ അതുപോലെ ഷൈബ. ഉത്ബ എന്ന് പറയുന്നത് അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദിൻ്റെ പിതാവ്. ഈ ഉത്ബ യഥാർത്ഥത്തിൽ ഉമവി വംശജനല്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം അബ്ദു ഷംസിൻ്റെ, അതായത് അബ്ദുമനാഫിൻ്റെ 4 മക്കളിലൊരാണ് അബ്ദു ഷംസ്. ഉമവികൾ എന്ന് പറഞ്ഞാൽ ഉമയ്യത്തിൻ്റെ സന്താന പരമ്പരകളാണ്. അബ്ദു ഷംസ് എന്ന് പറയുന്ന ആളുടെ അബ്ദു ഷംസിൻ്റെ മകൻ റബീഅയുടെ മകനാണ് ഉത്ബ. ഇനി ഈ ഉത്ബയാണ് ഉത്ബയും ഷൈബയും, ഉത്ബയുടെ സഹോദരൻ ഷൈബ. ഇവർ ബനൂ ഹാഷിം അല്ലാതിരിക്കെ തന്നെയാണ്. എന്നാൽ അതേ അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്നു. എന്നാൽ ആ ശത്രുത വെച്ചു പുലർത്തിയിരുന്ന ഈ 2 ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു ഘട്ടവും കൂടിയുണ്ട് ഈ ശത്രുത ഉള്ളപ്പം തന്നെ. ആ ഘട്ടം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലേക്ക് പോയി അവിടെ നിന്ന് പിന്നെ തായിഫുകാരുടെ ആട്ടും തുപ്പുമേറ്റ് തിരിച്ചു വരുമ്പോൾ പരിക്ഷീണിതനായിട്ട് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്. അതിൻ്റെ ഏതാണ്ട് തൊട്ടടുത്താണ് ഉത്ബ ഷൈബത്തുമാരുടെ മുന്തിരിത്തോട്ടമുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വന്ന് ഇരിക്കുന്നത് കണ്ട ഉത്ബയും ഷൈബയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തളികയിൽ ഒരു കുല മുന്തിരി കൊടുത്തേക്കാണ്. അവർക്ക് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നമ്മളെ ശത്രുവാണ്, നമ്മളെ പാരമ്പര്യത്തെ എതിർക്കുന്ന ആളാണ്, അതുകൊണ്ട് ഓനെന്തെങ്കിലും ആവട്ടെ എന്നല്ല അവർ വിചാരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭൂതദയ അത് അറബികളിൽ നേരത്തെ ഉണ്ടായിരുന്നു. അത് ശത്രുമിത്ര ഭേദമില്ലാണ്ടായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊക്കെ അവർ ലംഘിച്ചിട്ടുള്ളത് ശരിയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഉത്ബയും ഷൈബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്തിരി കൊടുത്തയച്ചു. അത് ഒരു ഭൃത്യൻ്റെ കയ്യിലാണ് കൊടുത്തയച്ചത്. ആ ഭൃത്യനാവട്ടെ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ നാട്ടുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഇത് തിന്നുമ്പോൾ ഈ ഭൃത്യൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഭൃത്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, താങ്കൾ ഈ പറയുന്ന വാക്യം ഇവിടെ ആരും പറയണത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആരാണ്, താങ്കളുടെ നാട് എവിടെയാണ്? അപ്പോൾ അദ്ദേഹം തൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് എൻ്റെ സഹോദരൻ യൂനുസിൻ്റെ നാടാണല്ലോ. അതായത് നീനവ എന്ന് പറയുന്ന പ്രദേശത്തുകാരനാണ്
എന്ന് പറയുമ്പോഴാണ് അത് എൻ്റെ സഹോദരൻ യൂനുസ് അലൈഹിസ്സലാമിൻ്റെ പ്രവാചകൻ്റെ നാടാണല്ലോ, ഞാൻ അദ്ദേഹത്തെ പോലൊരു പ്രവാചകനാണ് എന്ന് ഈ ഘട്ടത്തിൽ ഈ ദാസനോട്, ഈ ഭൃത്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടെ വെച്ച് അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉത്ബയും ഷൈബയും അവർ ഉമവികളല്ല, എന്നാൽ നബിയുടെ ശത്രുക്കളായിരുന്നു. അത് ആയിരിക്കെ തന്നെയാണ് അദ്ദേഹം അവർ രണ്ടുപേരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മുന്തിരി കൊടുത്തയക്കണമെന്നുള്ളതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചവരും നബിയെ അനുകൂലിച്ച് പിന്തുണച്ച് അല്ലെങ്കിൽ നബിയിൽ വിശ്വസിച്ചവരുമായി ബനൂ ഉമയ്യത്തിൻ്റെ പുറത്തുള്ള ധാരാളം ആളുകളുണ്ട്. രണ്ട് കൂട്ടരിലുമുണ്ട്. നബിയെ എതിർത്ത നബിയുടെ ശത്രുക്കളുടെ കൂട്ടത്തിലുമുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച നബിയുടെ അനുചരന്മാരായിട്ടുള്ള മാറിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലും ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഉമയ്യ കുടുംബത്തിൽ നിന്നാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു വരുന്നത്. ആ ഉസ്മാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൾ റുഖയ്യയെയും റുഖയ്യയുടെ മരണത്തിന് ശേഷം ഉമ്മു കുൽസൂമിനെയും വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ അബ്ദുൽ ആസിബിൻ റബീ അബുൽ ആസിബിൻ റബീ അദ്ദേഹം ഉമവി വംശജനാണ്. അബുല്ലാസിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൾ സൈനബിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അതെപ്പോഴാണ്? മുസ്തഫ പറയുന്ന ശത്രുത, രണ്ട് കൂട്ടരിലുള്ള ശത്രുത നിലനിൽക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ, അതായത് ഇസ്ലാമിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയുക്തനാണതിന് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. എന്നിട്ട് ഈ അബുല്ലാസ് യുദ്ധത്തിൽ പിടികൂടപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി റുഖയ്യ മോചനദ്രവ്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കച്ചവടത്തിന് വേണ്ടി പോയി തിരിച്ചു വരുമ്പോൾ സഹാബിമാർ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് പിടികൂടുകയും അദ്ദേഹം മദീനയിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ സൈനബിൻ്റെ അടുത്ത് അഭയം തേടി സൈനബ് അദ്ദേഹത്തിന് അഭയം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന് അഭയം നൽകിയ കാര്യം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഈ കച്ചവട മുതൽ മക്കയിലെ ആളുകൾക്ക് തിരിച്ചു കൊടുത്തതിൻ്റെ ശേഷം അദ്ദേഹം ചെയ്തതെന്താ? അദ്ദേഹം നേരെ മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഇദ്ദേഹം ഒരു ഉമവി വംശജനാണ്. അപ്പോൾ ഇവിടെ ഈ മുസ്തഫ പറയുന്നത് പോലെ ബനൂ ഹാഷിമും ബനൂ മുത്തലിബും തമ്മിൽ സ്ഥിരമായിട്ടുള്ള ശത്രുതയായിരുന്നു. ബനൂ ഹാഷിമിലുള്ള ആളുകളൊക്കെ നബിയുടെ പക്ഷത്തും, എന്നാൽ ബനൂ ഉമയ്യയുടെ പക്ഷത്തുള്ള ബനൂ ഉമയ്യയിലുള്ളവരൊക്കെ നബിയുടെ എതിർപക്ഷത്തുമായിരുന്നു എന്ന് പറയുന്ന ഈ വിഭജനം പോലും യഥാർത്ഥത്തിൽ ചരിത്ര വസ്തുതകളുമായി നിരക്കുന്നതല്ല, അതിബുദ്ധിപൂർവവുമല്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം മനുഷ്യർ എന്ന് പറയുന്നത് അത് എത്ര വലിയ കൊടിയ ശത്രുക്കളുടെ കൂട്ടത്തിൽ പോലും ചില ആളുകൾ മിത്രങ്ങളായിട്ടുണ്ടാവും, രണ്ട് കൂട്ടത്തിലുണ്ടാവും അത്. എന്നാൽ ഇവിടെ ഇങ്ങനെ സ്ഥായിയായിട്ടുള്ളൊരു ശത്രുത ഉണ്ടായിരുന്നു എന്നതിന് ചില കെട്ടുകഥകൾ വെച്ച് നിർത്തിയാൽ ചരിത്രപരമായിട്ട് അതിന് യാതൊരു പിൻബലവും ഇല്ലാണല്ലോ. പക്ഷെ മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് ചരിത്ര വസ്തുതകളെക്കാൾ അഭികാമ്യം ഈ രംഗത്ത് ഇങ്ങനെയുള്ള കെട്ടുകഥകളാണ്. ഹദീസിലുള്ള സഹിയായിട്ടുള്ള ഹദീസുകളെ പോലും തള്ളിപ്പറയുന്ന മുസ്തഫ ചരിത്രത്തിൽ ആരോ ശത്രുത ഈ രണ്ട് കുടുംബങ്ങൾക്കും ഗോത്രങ്ങൾക്കും ഇടയിൽ ശത്രുത ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം എഴുതി വച്ചിട്ടുള്ള ഇത്തരം കെട്ടുകഥകൾ എഴുന്നള്ളിക്കഴിഞ്ഞ് മുസ്തഫയ്ക്ക് യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ല എന്നുള്ളതാണ് അവസ്ഥ. അതെന്തിനാന്ന് ചോദിച്ചാൽ മുസ്തഫ ലക്ഷ്യം വെക്കുന്ന ഒരു സംഗതിയുണ്ട്. ആ ലക്ഷ്യം നേടണമെങ്കിൽ മുസ്തഫയ്ക്ക് ഇങ്ങനെയുള്ള കെട്ടുകഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അത് നേടാൻ കഴിയുകയുള്ളൂ. കുറച്ച് ആളുകളെ മനസ്സിലെങ്കിലും ഇങ്ങനെയുള്ള ചില തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കാൻ അത് ഉപകരിക്കുമെന്ന് മുസ്തഫക്കറിയാം. അതുകൊണ്ട് മുസ്തഫ അതിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതിൽ വസ്തുതാപരമായിട്ട് യാതൊന്നുമില്ല. വസ്തുതകൾ വിരുദ്ധമാണ്, ചരിത്ര വിരുദ്ധമാണ് മുസ്തഫ ഈ പറയുന്ന സംഗതികൾ എന്നതാണ് വസ്തുത. രണ്ട് കൂട്ടരിലും നബിയുടെ മിത്രങ്ങളും ഉണ്ടായിരുന്നു, ശത്രുക്കളും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത.